ZenMBFയുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ ലീക്ക്, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സീല് പോയിട്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ലീക്ക് ആവുകയാണ്. അതാണ് കംപ്ലയിൻറ്റ്. അത് എങ്ങനെ ശരിയാക്കണമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാട്ടോ ലീക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മാർക്കുള്ള ഭാഗത്തോട്ട് ഉള്ളിൽ ഷാഫ്റ്റിൽ ചെയ്ത് ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അത് ഊരിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ ആ ഒരു ടീത്തിലെ 2 സൈഡിൽ ടീത്തുള്ള സാധനം ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അത് കാരണം ആ സൈഡിൽ വരയുള്ള സൈഡിൽ നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട് വേണം ഊരിയെടുക്കാൻ. നമ്മൾ ഈ സാധനം ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിൽ ബിറ്റ്, നല്ലൊരു ഡ്രിൽ ബിറ്റ് ആ കറക്റ്റ് അളവിന് മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് ഊരിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആ സാധനം ആ പിന്ന് അടിച്ച് ഊരുമ്പോൾ ആ സംഭവം വളഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ആ പിന്ന് അടിച്ച് ഊരിയെടുത്തതിന് ശേഷം ഷാഫ്റ്റ് ഊരിയെടുക്കുക. ഷാഫ്റ്റ് ഊരിയെടുത്തതിന് ശേഷം ബെയറിങ് ഊരിയെടുത്തു. അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് സീൽ നമ്മൾ ഊരിയെടുത്തു. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പഴയ മൈനസ് എന്തെങ്കിലും എടുത്തിട്ട് ഷാഫ്റ്റ് ഊരിയെടുത്തതിന് അതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ബെയറിങ് അടിച്ചു ഊരുന്ന സീനാട്ടോ ഈ കാണിക്കുന്നത്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് വച്ചിട്ട് വേണം നമുക്കത് ഊരിയെടുക്കാൻ. ഊരിയെടുത്തതിന് ശേഷമുള്ള സീനാട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാണ് ഓയിൽ സീൽ. അപ്പോൾ പുതിയ ഓയിൽ സീൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ അത് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും. അതപ്പോൾ കറക്റ്റായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് സീറ്റിംഗ് വെച്ചിട്ട് മറ്റേ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ബെയറിങ്ങിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ബെയറിങ് അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. കറക്റ്റ് അളവിന് വെച്ചിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു ബോക്സ്, പുതിയതല്ല പഴയ ഏതെങ്കിലും ഒരു ബോക്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചിറക്കി കഴിഞ്ഞാൽ സീൽ ആദ്യം പ്രോപ്പറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചിറക്കിയതിന് ശേഷം ബെയറിങ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് കറക്റ്റായിട്ട് അടിച്ചിറക്കി കഴിഞ്ഞ ശേഷം ഇതേമാതിരി ഇരിക്കും. ഇതേമാതിരി ഇരുന്നതിന് ശേഷം ഷാഫ്റ്റൊക്കെ ലൈറ്റായിട്ടൊന്ന് പോളിഷ് ചെയ്യുക, ഗ്രീസ് ചെയ്തതിന് ശേഷം ഷാഫ്റ്റ് കറക്റ്റായിട്ട് സീൽ ഡാമേജ് ആവാതെ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിടുക. ഇഷ്ടംമാതിരി കംപ്ലയിൻറ്റ് കുറേ ZenMBFക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിലേക്ക് ഉണ്ട്. അത് നമുക്ക് എല്ലാ ഡിസ്ട്രിബ്യൂട്ടറും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ശരിയാക്കാൻ പറ്റത്തില്ല. ചില കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. ചില കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രശ്നമാണ്. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചില ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടർ ഊറുമ്പോൾ തന്നെ പൊട്ടിപ്പോവും. റോട്ടറൊക്കെ ഇങ്ങനെ ദ്രവിച്ചിരിക്കുകയായിരിക്കും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചിലത് പക്ഷേ ഈസി ആയിട്ട് ഊരിപ്പോരും. അങ്ങനെ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ ഗേജില്ലേ, ഈ ഷാഫ്റ്റിൻ്റെ ഈ ഗേജ് ഇവിടെ മറ്റേ സെൻസർ CMB സെൻസറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഗേജ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിലേക്ക് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. മൈനസ് കൊണ്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. ഇവിടെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓപ്പോസിറ്റ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രൂ ലൂസ് ചെയ്ത് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. കാണിച്ചു തരാം. സ്ക്രൂ ലൂസ് ആക്കി വെച്ചിട്ട് കണ്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 10 രൂപ മടക്കി അതിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ തടസ്സമില്ലാണ്ട് പോയി വരാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും. ഓക്കെ. ഡിസ്ട്രിബ്യൂട്ടർ ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഓയിൽ വരും കേട്ടോ. ഇവിടെ ഓയിൽ വരും. ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ വന്നിട്ട് ഇവിടെ ഓയിൽ വരും. ഈ കപ്പിൻ്റെ അവിടെ വരും. കപ്പിൻ്റെ അവിടെ ഇതേമാതിരി ഓയിൽ വന്നിട്ട് കപ്പ് ഇങ്ങനെയല്ലേ ഫിറ്റ് ചെയ്തേക്കണേ. കപ്പ് ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നായിട്ട് ഓയിൽ താഴത്തേക്ക് വരും. അതാട്ടോ ഓയിൽ സീലിൻ്റെ ലീക്ക്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സീലെല്ലാം മാറി കയറ്റി പിടിപ്പിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. ഒരു 1/4 മണിക്കൂർ സ്റ്റാർട്ടിങ്ങിലിട്ട് ലീക്കൊന്നും ഇല്ല കേട്ടോ. വേറെ ലീക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ല. സംഭവം സെറ്റായിട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ സീൽ എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല കേട്ടോ. ആ കസ്റ്റമർ ഒരു സീല് പെരുമ്പാവൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് നമ്മൾ മാറിയത്. അപ്പോൾ സീല് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓയിൽ സീൽ മാറാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് MBFI വണ്ടികൾക്ക് 2 ടൈപ്പ് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങാണ്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് ഈസി ആയിട്ട് മാറാൻ പറ്റും. ചില കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ അത് അയക്കൽ കുറച്ച് റിസ്ക് ആണ്. പിന്നെ കാർബറേറ്റർ സെന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാറാം കേട്ടോ. ഓക്കെ അല്ലേ?